Hello, welcome back again our channel. I am Jabbar, 10x Health and Wellness Coach, Functional Nutrition. വിറ്റമിൻ സിയും അതിൻ്റെ പ്രാധാന്യങ്ങളുമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അതിൻ്റെ 2 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് 3ാമത്തെ പാർട്ട് ചെയ്യുകയാണ്. ദ ബെസ്റ്റ് ഫുഡ് സോഴ്സ് ഓഫ് വിറ്റമിൻ സി ആണ് ഇന്ന് സംസാരിക്കുന്നത്. വിറ്റമിൻ സിയുടെ മികച്ച ഭക്ഷണ സ്രോതസ്സുകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വിറ്റമിൻ സിയുടെ നിലവിലെ മുതിർന്നവരുടെ RDA 60 മില്ലിഗ്രാമാണ്. എന്നിരുന്നാലും ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ക്ലിനിക് എന്ന നിലയിൽ എൻ്റെ ക്ലയൻറ്റുകൾക്ക് ഭക്ഷണത്തിൽ നിന്ന് കുറഞ്ഞത് 200 മില്ലിഗ്രാം ലഭിക്കാനും ദിവസേന മറ്റൊരു 500 മില്ലിഗ്രാം മുതൽ 1 ഗ്രാം കൂടി നൽകാനും ഞാൻ ശുപാർശ ചെയ്യുന്നു. വിട്ടുമാറാത്ത ആരോഗ്യ അവസ്ഥകളിൽ ഞാൻ വളരെ ഉയർന്ന ഡോസുകൾ ഇത്തരം ആളുകൾക്ക് ശുപാർശ ചെയ്യുന്നു. നിങ്ങളുടെ വിറ്റമിൻ സി ലെവൽ വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ട മികച്ച ഭക്ഷണ സ്രോതസ്സുകൾ ഇതാ. ഇവയിൽ ചിലത് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. കാരണം ഉപവാസ സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വിറ്റമിൻ സിയുടെ ആവശ്യം ഉണ്ടാകില്ല. എന്നാൽ നിങ്ങൾ ഭക്ഷണത്തിലേക്ക് മടങ്ങുമ്പോൾ വിറ്റമിൻ സി അടങ്ങിയ ഈ ഭക്ഷണങ്ങൾ ഉൾപ്പെടുന്നത് ഉറപ്പാക്കണം. 5 ways to increase your vitamin C levels. നിങ്ങളുടെ വിറ്റമിൻ സി ലെവൽ വർദ്ധിപ്പിക്കാനുള്ള 5 വഴികൾ ഇതാ. വിറ്റമിൻ സി നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ലെവലുകൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ചെയ്യേണ്ട 5 പ്രധാന കാര്യങ്ങളുണ്ട്. 1. പഞ്ചസാര ഒഴിവാക്കുക. നിങ്ങളുടെ വിറ്റമിൻ സി അളവ് മെച്ചപ്പെടുത്തുന്നതിന് പഞ്ചസാര പരമാവധി ഒഴിവാക്കുകയും കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഇതിൽ സംസ്കരിച്ച പഞ്ചസാരയും ഉയർന്ന അന്നജം അടങ്ങിയ ഉരുളക്കിഴങ്ങ്, അരി, വാഴപ്പഴം, തണ്ണിമത്തൻ തുടങ്ങിയ ഉയർന്ന പഞ്ചസാരയുള്ള പഴങ്ങളും ഉൾപ്പെടുന്നു. ബ്രോക്കോളി, കോളിഫ്ലവർ, കാലെ, സെലറി, ശതാവരി, വെളുത്തുള്ളി, കൂൺ, വെള്ളരി മുതലായവ പോലുള്ള അന്നജം ഇല്ലാത്ത പച്ചക്കറികൾ അടങ്ങിയ കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം തുടരാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. പുല്ലുമേഞ്ഞതും ജൈവജന്തു ഉൽപ്പന്നങ്ങളും ധാരാളം ആരോഗ്യകരമായ കൊഴുപ്പുകളും കഴിക്കുക. അവക്കാഡോ, ഒലീവ് ഓയിൽ, വെളിച്ചെണ്ണ എന്നിവയിൽ നിന്ന് ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയും ഇൻസുലിൻ സ്ഥിരപ്പെടുത്തുകയും നിങ്ങളുടെ രോഗപ്രതിരോധ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. വിറ്റമിൻ സി റിച്ച് ഫുഡ്സ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ വൈറ്റമിൻ സി ലെവലുകൾ പിന്തുണയ്ക്കുന്നതിന് കുരുമുളക്, ബ്രോക്കോളി, നാരങ്ങ, ലെമൺ, പച്ച ഇലക്കറികൾ എന്നിവ പോലുള്ള വിറ്റമിൻ സിയുടെ കുറഞ്ഞ പഞ്ചസാര മുഴുവനായ ഭക്ഷണ രൂപങ്ങൾ പരമാവധി ഉപയോഗിക്കുക. ഈ ഭക്ഷണ സ്രോതസ്സുകൾ നിങ്ങളുടെ മിക്ക ഭക്ഷണങ്ങളിലും ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് ചെറു ചൂടുള്ള നാരങ്ങ വെള്ളവും കുടിക്കാം. ഇത് വിറ്റമിൻ സി മാത്രമല്ല, ആരോഗ്യകരമായ ദഹനത്തിന് മികച്ച പിന്തുണയും നൽകുന്നു. രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി വിറ്റമിൻ സിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ബയോഫ്ലവനോയിഡ് ആയ ക്യുർസിറ്റിൻ അടങ്ങിയ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് ചേർക്കാം. ഇതിൽ ഉള്ളി, എൽഡർബെറി, ക്രാൻബെറി, കുരുമുളക്, കാലെ എന്നിവ ഉൾപ്പെടുന്നു. യൂസ് വിറ്റമിൻ സി സപ്ലിമെൻറ്റ്സ്. ഇത് കൂടാതെ സപ്ലിമെൻ്റ് രൂപത്തിലും സപ്ലിമെൻറ്റുകളായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വിറ്റമിൻ സി സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുക.
കേടായ ടിഷ്യൂകളിലേക്കുള്ള കോശജലന പ്രതികരണങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വിറ്റമിൻ സി ഒരു പ്രധാന ഘടകമാണ്. വിറ്റമിൻ സി ഒരു ആൻറ്റി ഹിസ്റ്റമിൻ ആയി പ്രവർത്തിക്കുകയും അണുബാധകൾക്കും അലർജികൾക്കും ഉള്ള ഹൈപ്പർ ഇൻഫ്ലമേറ്ററി പ്രതികരണങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. വിറ്റമിൻ സിയുടെയും സിട്രസ് ബയോഫ്ലവനോയിഡുകളുടെയും 1:1 അനുപാതത്തിലുള്ള ഞങ്ങളുടെ സൂപ്പർ സി ശുപാർശ ചെയ്യുന്നു. അവയെ വിറ്റമിൻ പി എന്നും വിളിക്കുന്നു. വിറ്റമിൻ സിയുടെയും വിറ്റമിൻ പിയുടെയും ഈ സംയോജനം പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും അഡ്രീനൽ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും അദ്വിതീയമായി സമന്വയിപ്പിക്കുന്നു. കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കുന്നതിന് കാപ്പിലറി പെർമാസിബിലിറ്റി മെച്ചപ്പെടുത്താൻ ഈ സിനർജി സഹായിക്കുന്നു. അഡ്രീനൽ ആരോഗ്യം, രക്തചംക്രമണം, രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി വ്യക്തിപരമായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ 1 ഗ്രാം അല്ലെങ്കിൽ 2 ക്യാപ്സൂൾ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 1 ഗ്രാം എന്നിങ്ങനെ ഉപയോഗിക്കുന്നു. മറ്റൊന്നാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ്, ഇടവിട്ടുള്ള ഉപവാസം. വിറ്റമിൻ സി സപ്ലിമെൻ്റ്, നാരങ്ങാവെള്ളവും ഇടയ്ക്കിടെയുള്ള ഉപവാസം ഇവ സംയോജിപ്പിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണവും രോഗപ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്തുന്നതിന് വലിയ ഗുണം ചെയ്യും. ഉപവാസം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ ദഹന വ്യവസ്ഥയുടെ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. ഇത് രോഗപ്രതിരോധ പ്രവർത്തനത്തിനും രോഗശാന്തിക്കും ശരീരം നന്നാക്കലിനും കൂടുതൽ ഊർജം നൽകുന്നു. ഇടവിട്ടുള്ള ഉപവാസം ഒരു തന്ത്രമാണ്. അത് ഒരു നിശ്ചിത സമയത്തേക്ക് ഉപവാസം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കൽ, തുടർന്ന് വിരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക. ഇടവിട്ടുള്ള ഉപവാസം ഓട്ടോഫാജി, സെല്ലുലാർ പുനരുജ്ജീവനം, രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം, ജനിതകമായ നന്നാക്കൽ എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഇത് ശരീരത്തിലെ വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും രോഗസാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇടവിട്ടുള്ള ഉപവാസം എങ്ങനെ പരിശീലിക്കാം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അത് ചാനലിൽ അവൈലബിളാണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകും. മറ്റൊന്നാണ് ബൂസ്റ്റ് ഗ്ലൂട്ടാത്തിയോൺ. ഗ്ലൂട്ടാത്തിയോണിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന ഗ്ലൂട്ടാത്തിയോൺ നമ്മുടെ രോഗപ്രതിരോധ ആരോഗ്യത്തിന് ശക്തമായ ഒരു ശക്തിയാണ്. ഇത് കോശജലന പ്രതികരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കൂടാതെ വിറ്റമിനുകൾ സി, ഇ എന്നിവ പോലുള്ള എക്സോജനസ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അവയുടെ സജീവ രൂപത്തിൽ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഗ്ലൂട്ടാത്തിയോൺ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പലർക്കും ഗ്ലൂട്ടാത്തിയോണിൻ്റെ കുറവുണ്ട്. കൂടാതെ സപ്ലിമെൻറ്റേഷൻ പ്രയോജനപ്പെടുത്താം. അനുബന്ധ രൂപങ്ങൾക്കായി കുറഞ്ഞ ഗ്ലൂട്ടാത്തിയോൺ, അസിറ്റിലേറ്റഡ് ഗ്ലൂട്ടാത്തിയോൺ, ഗ്ലൂട്ടാത്തിയോണിൻ്റെ ലിപ്പോസോമൽ രൂപങ്ങൾ എന്നിവ നോക്കുക. കൂടാതെ N-അസിറ്റിൽ സിസ്റ്റൈൻ പോലുള്ള മുൻഗാമികൾ ഗ്ലൂട്ടാത്തിയോൺ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തെ സഹായിക്കുന്നു. നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രാക്ടീഷണറുമായി ഡോസേജുകൾ ചർച്ച ചെയ്യുക. മറ്റൊന്ന് ഗ്ലൂട്ടാത്തിയോൺ സപ്ലിമെൻറ്റ്സുകൾ ഉപയോഗിക്കുക എന്നതാണ്. ഗ്ലൂട്ടാത്തിയോൺ സപ്ലിമെൻറ്റുകൾ എൻ്റെ പല ക്ലയൻറ്റുകളും സ്വാഭാവിക തന്ത്രങ്ങളിലൂടെയും സൂപ്പർ ഗ്ലൂട്ടാത്തിയോൺ പോലുള്ള പ്രധാന അനുബന്ധങ്ങളിലൂടെയും അവരുടെ ഗ്ലൂട്ടാത്തിയോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു.
വിറ്റമിൻ സി പുനരുപയോഗം ചെയ്യാൻ ഗ്ലൂട്ടാത്തിയോൺ സഹായിക്കുന്നു. വിറ്റമിൻ സിയേക്കാൾ ഒരു സപ്ലിമെൻ്റ് എന്ന നിലയിൽ ഇത് വളരെ പ്രധാനമാണ്. എന്നിരുന്നാലും വിറ്റമിൻ സി വലിയ പ്രയോജനം ചെയ്യും. കോശത്തിനുള്ളിൽ ഗ്ലൂട്ടാത്തിയോൺ ആഗിരണം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനും കുടലിനെ മറികടക്കുകയും കോശത്തിലേക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഗ്ലൂട്ടാത്തിയോണിൻ്റെ അസിറ്റിലേറ്റഡ് രൂപമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. സൂപ്പർ ഗ്ലൂട്ടാത്തിയോണിൽ ഉപയോഗിക്കുന്ന ഒരു രൂപമാണിത്. നിങ്ങൾക്ക് ലിപ്പോസോമൽ ഗ്ലൂട്ടാത്തിയോണും ഉപയോഗിക്കാം. ഇത് കുടലിനെ മറികടക്കുകയും ഒപ്റ്റിമൽ ആഗിരണത്തിനായി കോശസ്തരങ്ങളിലേക്ക് ഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു ഫങ്ഷണൽ കോച്ചിന് ഒപ്പം പ്രവർത്തിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു മികച്ച പരിശീലകനെ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു. ഞങ്ങളുടെ ലോകോത്തര ആരോഗ്യ പരിശീലകരുടെ ടീമിനൊപ്പം ദീർഘദൂര ഫങ്ഷണൽ ഹെൽത്ത് കോച്ചിംഗ് പ്രോഗ്രാമുകൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ആരോഗ്യ ലക്ഷ്യങ്ങൾക്കുള്ള കൂടുതൽ പിന്തുണയ്ക്കായി ഞങ്ങളോടൊപ്പം ചേരുക. നിങ്ങളുടെ ആരോഗ്യയാത്രയെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ മികച്ച കോച്ചുകൾ ഇവിടെ സന്നദ്ധമാണ്. So, if you want to learn more, supercharge your health, stay healthy lifestyle and disease-free life. Thank you.